ദൂരവും വേഗതയും എന്ന കണക്കിൽ നിന്ന് മറ്റൊരു ചോദ്യവുമായി CA പോൾ മാസ്റ്റർ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഈ ചോദ്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു വായിക്കേണ്ടതുണ്ട്. പക്ഷെ 2-3 തവണ ഇത്തരത്തിലുള്ളൊരു ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഹൃദിസ്ഥമാക്കാൻ എളുപ്പമുള്ളതാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഒരു വാഹനം ആകെ സഞ്ചരിച്ച ദൂരത്തിൻ്റെ 1/4 ഭാഗം, അതായത് 1/4 ഭാഗം 100 km/h വേഗതയിലും ബാക്കിയുള്ള ദൂരത്തിൻ്റെ പകുതി 60 കിലോമീറ്ററിലും ഇനിയും ബാക്കിയായ ദൂരം 100 കിലോമീറ്റർ വേഗതയിലുമാണ് സഞ്ചരിക്കുന്നത്. അത് 3 ഭാഗമാക്കി തിരിച്ചിരിക്കുകയാണ്. ആദ്യത്തെ 1/4 ഭാഗം ഒരു പ്രത്യേക വേഗതയിൽ സഞ്ചരിക്കുന്നു. ബാക്കി വരുന്നത് എത്രയാണോ അതിൻ്റെ പകുതി ഭാഗം ഒരു വേഗതയിലും മറ്റേ പകുതി ഭാഗം വേറെ വേഗതയിലുമാണ് സഞ്ചരിക്കുന്നത്. ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന സൂത്രവാക്യം ശരിക്കും വേഗത സമം ദൂരം ബൈ സമയം. വേഗത സമം ദൂരം ബൈ സമയം എന്ന അതേ സൂത്രവാക്യം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ആകെ സഞ്ചരിച്ച ദൂരമാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ ദൂരത്തെയാണ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കേണ്ടത്. ദൂരം എടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വേഗതയെ സമയം കൊണ്ട് ഗുണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു വാഹനം ആകെ സഞ്ചരിച്ച ദൂരം x ആണെന്ന് കണക്കാക്കുക. ആകെ സഞ്ചരിച്ച ദൂരം x ആണെന്ന് ചിന്തിച്ചാൽ അതിൻ്റെ 1/4 ഭാഗം, അതായത് 1/4x, അത്രയും ദൂരം 100 km/h വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പം ഇത് വേഗതയാണ്. വേഗതയെ നമ്മൾ ദൂരം കൊണ്ട് ഹരിക്കുമ്പോൾ സമയം നമുക്ക് കിട്ടും. ആ സമയത്തെയാണ് നമ്മളോട് ഈക്വേറ്റ് ചെയ്യുന്നത് ആദ്യം. അപ്പം ഇവിടെ 100 കൊണ്ട് ഹരിക്കണം. ഇനി അപ്പോൾ നമ്മൾ ദൂരത്തെ സമയം കൊണ്ട് വേഗത കൊണ്ടാണ് ഹരിച്ചത്. അപ്പോൾ നമുക്ക് സമയം കിട്ടുന്നു. ഇത്രയും സമയമാണ് ആ 1/4 ഭാഗം സഞ്ചരിക്കാനായിട്ട് നമുക്ക് എടുത്തത്. ഇവിടെ 10 മണിക്കൂർ എന്ന് നമുക്ക് ആകെ തന്നിട്ടുണ്ട്. ആ 10 മണിക്കൂറിലേക്ക് ഈക്വേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ബാക്കി ഭാഗം 1/4 ഭാഗം അല്ലെങ്കിൽ 1/4 ഭാഗം സഞ്ചരിച്ച 3 ഭാഗം, 4ന്റെ 3 ഭാഗം ബാക്കിയാണ്. അത് 3/4 ഭാഗം ബാക്കിയാണ്. 3/4 ഭാഗം ബാക്കിയാണ്. അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 3/8 ഭാഗമാണ്. അത് ഛേദത്തെ ഇരട്ടിപ്പിച്ചാൽ മതി. ഛേദത്തെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ബാക്കി ഭാഗം എന്ന് പറയുന്നത് 3/8x ആണ്. ആകെ ദൂരം x ആണ്. അപ്പോൾ 3/8x ആണ്. ഇത് 60 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. നമുക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ 3/8 ഭാഗം എന്ന് പറയുന്നത് 3/4 ഭാഗത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ ബാക്കി പകുതി ഉണ്ട്. അതും 3/8 ഭാഗമാണ്. 3/8/100 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 10 മണിക്കൂർ എന്ന് കിട്ടും. ഉടനെ നമുക്ക് എന്തുണ്ടാവും? ഇതിലൊരു ചരമേ ബാക്കിയുള്ളൂ. എക്സ് എന്ന ചരം മാത്രമേ ഉള്ളൂ. ആ ചരം വിലയായിട്ട് നമുക്ക് പുറത്തേക്ക് വന്ന് ദൂരം എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനാണ് നമ്മളിവിടെ എക്സ് ദൂരമാണ് നമ്മൾ സഞ്ചരിച്ചതെന്ന് ആദ്യം സ്വീകരിച്ചത്. ഇനി 1/4x/100 ഇതിനൊക്കെ നമ്മൾ ക്രിയ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഈ ക്രിയ ചെയ്യാനായിട്ട് എന്താണ് എളുപ്പമുള്ള മാർഗം? അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഇവിടെ 1/400x എന്നായി. എങ്ങനെയാണ് 400x ആയത്? ഒരു ഭിന്നസംഖ്യയെ 100/1 കൊണ്ടാണ് നമ്മൾ ഹരിക്കുന്നത്. 1/4 ഹരിക്കണം 100/1 ആണ് ശരിക്കും. അതിന് നമ്മൾ 1/4 ഹരണത്തെ മറിച്ച് എഴുതി പെരുക്കുകയാണ്. അപ്പോൾ 1/400 എന്ന് ലഭിക്കുന്നു. ഇതേപോലെ നമുക്കിവിടെ x എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ദൂരം കിട്ടി. ഇനി 3/8 6 കൊണ്ട് പിരിക്കിയാൽ 48. അപ്പോൾ 8 60 കൊണ്ട് പിരിക്കുക 480x പ്ലസ് 3/8 100 കൊണ്ട് പിരിക്കിയാൽ 800x. ഇതാണ് നമുക്ക് 10 മണിക്കൂറായിട്ട് സംഭവിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 3 പ്രത്യേക തരം ഛേദങ്ങളുണ്ട്. 400, 480, 800. ഇവയുടെ ലസാഗു കാണണം. 400, 480, 800 എന്നിവയുടെ ലസാഗു 2400 ആണ്.
ലസാഗു കാണാൻ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നില്ല. 2400 നമ്മുടെ ലസാഗു ആയിട്ട് വരുന്നത്. 2400-നെ 400 കൊണ്ട് ഹരിക്കുമ്പോൾ 6 4 24. അപ്പോൾ ഇവിടെ 6 എന്ന അംശം വരുന്നു. ഇവിടെ 480 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പോൾ 48 കൊണ്ട് 240 ഹരിക്കുകയാണ്. അപ്പോൾ 5 എന്ന് കിട്ടും. ആ 5-നെ നമ്മൾ അംശമായിട്ടുള്ള 3 കൊണ്ട് പെരുക്കണം. അപ്പോൾ 15 എന്ന് കിട്ടും. പ്ലസ് 800 കൊണ്ട് ഹരിക്കുമ്പോൾ 2 പൂജ്യങ്ങൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3 എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ 3-നെ അംശമായ 3 കൊണ്ട് പെരുക്കുമ്പോൾ 9 എന്ന് കിട്ടും. 15-ഉം 9-ഉം 24, 24 6 30. ഇത് ഇത്രയും എക്സ് ആണ് നമുക്ക് വരിക. ഇത് വരുമ്പോൾ 30x ബൈ 2400 സമം 10 മണിക്കൂറാണ്. ഇനി 30x-നെ ഈക്വേറ്റ് ചെയ്യുമ്പോൾ 30x സമം 10 × 2400. therefore x സമം 10 × 2400 ഹരിക്കണം 30 സമം നമുക്ക് ലഭിക്കുന്ന ദൂരം 800 കിലോമീറ്റർ ആണ് സഞ്ചാരത്തിനെടുത്തത്. ഇവിടെ നമുക്ക് ഡി ആണ് ശരിയായ ഓപ്ഷനായിട്ട് വരുന്നത്. കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നതാണ് എങ്കിൽ പോലും ഇതിലാകെയുള്ള പ്രയാസം വരുന്ന ഒരു ഘട്ടം ബാക്കിയുള്ള ദൂരത്തിന്റെ പകുതി എന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്താണെന്ന് ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് കുട്ടികളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ബാക്കിയുള്ള ദൂരം എന്ന് പറയുന്നത് 1/4 ഭാഗം കുറച്ച് കിട്ടുന്നത് 1/4 ഭാഗമാണ്. 1/4 ഭാഗത്തിന്റെ പകുതി എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് പലപ്പോഴും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. 3/4ന്റെ പകുതിയാക്കാൻ ഛേദത്തെ ഇരട്ടിപ്പിച്ചാൽ മതി എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. Thank you for watching this video. Please share this video among your friends and relatives.